ഹലോ മക്കളെ, നിങ്ങൾ ചോദിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിരുന്നു മെഡിസിൻസിന്റെ വീഡിയോ വേണം സാർ. സംഭവം സിമ്പിൾ ആയി തോന്നുമെങ്കിലും എന്നാൽ ചിലപ്പോൾ പണി പാളാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യത്തിന്റെ ഏരിയ ആണ് മെഡിസിൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം മക്കളെ. 4 ടൈപ്പ് മെഡിസിൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയായിരുന്നു? അനാൾജസിക്സ്, ആന്റിപൈററ്റിക്സ്, ആന്റിസെപ്റ്റിക്, ആന്റിബയോട്ടിക്. ഇംഗ്ലീഷും മലയാളവും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഫംഗ്ഷൻ, അതിന്റെ ധർമ്മവും അതിന്റെ എക്സാമ്പിളും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ കുറച്ചൊക്കെ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഫോർ എക്സാമ്പിൾ, അനാൽജസിക് എന്നുള്ളത് മക്കൾ ഇങ്ങനെ പഠിക്കുക. ജെസിമോക്ക് വേദന, ജെസിമോൾ വേദന കൊണ്ട് പുളയാണ്. അപ്പൊ ജെസിമോക്ക് വേദന, അപ്പൊ അനാൽജസിക്സ് എന്താ? വേദനക്കുള്ള സാധനമാണ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോ വേദന സംഹാരിയായി റിലീവ് പെയിൻ അനാൽജസിക്സ്. ആന്റിപൈററ്റിക്, അപ്പോ ഈ 4 പേരിൽ പ എന്നുള്ള വേർഡ് വരുന്നത് ഇവിടെ മാത്രം ആന്റിപൈററ്റിക്. ബാക്കിയുള്ളത് അനാൽജസിക്, ആന്റിസെപ്റ്റിക്, ആന്റിബയോട്ടിക്. അവിടെ നിന്ന് പ ഇല്ല, ഇവിടെ പ ഉണ്ട് പക്ഷെ പ ഇല്ല. അപ്പൊ പ ഫോർ പനി എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ആന്റിപൈററ്റിക് മീൻസ് പനിക്കുള്ളതാണ് മനസ്സിലാക്കുക, അഥവാ റെഡ്യൂസ് ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില കുറയ്ക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ആന്റിസെപ്റ്റിക്കും ആന്റിബയോട്ടിക്കും, അതല്ലേ നിങ്ങൾക്ക് മാറിപ്പോവാ. അപ്പൊ ആന്റിസെപ്റ്റിക് എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, സെപ്റ്റിക് ആവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് ആലോചിക്കുക. മോശം കാര്യമൊന്നുമല്ല. അപ്പോ ആ ഒരു വൃത്തിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണല്ലോ. എനിവേ, അത് നമ്മുടെ വീടിന്റെ പുറത്താണ് ഉണ്ടാവുക. അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ പുറമേ മുറി പറ്റി കഴിഞ്ഞാൽ, ഒരു മുറിവ് പറ്റി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്. ഡെറ്റോള് അല്ലെ, അങ്ങനെ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കൂല. അങ്ങനെയുള്ള മരുന്നുകളെയാണ് നമ്മൾ ആന്റിസെപ്റ്റിക്കുകൾ എന്ന് വിളിക്കുന്നത്. അതിപ്പോ എന്തിനാ? ഇവിടെ ഈ ഒരു മുറിവിൽ സൂക്ഷ്മാണുക്കൾ വളരാതിരിക്കാൻ, അതിന്റെ ഗ്രോത്ത് തടയാൻ, സൂക്ഷ്മാണുക്കളുടെ നിയന്ത്രണത്തിന്. അതിന്റെ എക്സാമ്പിൾ ഡെറ്റോൾ. എക്സാമ്പിളിലേക്ക് സാർ വരാം. അപ്പൊ ആന്റിസെപ്റ്റിക് കൺട്രോൾ മൈക്രോ ഓർഗാനിസം. അപ്പൊ ആന്റിബയോട്ടിക് എന്താ? ഇതേ ഫംഗ്ഷൻ ആണ്, പക്ഷെ ഉള്ളിലേക്ക് കുടിക്കുന്ന മരുന്നാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ അകപ്പെട്ടിട്ടുള്ള വൈറസോ ബാക്ടീരിയ ഒക്കെ നശിപ്പിക്കാനും അതിന്റെ ഗ്രോത്ത് തടയാനും ഒക്കെയാണ് ആന്റിബയോട്ടിക്കുകൾ നമ്മൾ എടുക്കുന്നത്. 4 എണ്ണവും നമ്മൾ പഠിച്ചു. ഇനി എക്സാമ്പിൾ അല്ലേ മക്കളെ, പാരസെറ്റമോൾ എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതലേ നിങ്ങൾ കുടിക്കുന്നത് പനിക്കാണ്, അപ്പോ ആന്റിപൈററ്റിക്. പിന്നുള്ളത് നോക്കുക, ഡെറ്റോൾ എന്ന് പറഞ്ഞാൽ പുറമെ പറ്റുന്നതാണ്. അപ്പൊ അതെന്താ? ഡെറ്റോൾ എന്ന് പറഞ്ഞാൽ പുറമെ പറ്റുന്ന ആന്റിസെപ്റ്റിക്. പിന്നുള്ളത് 2 എണ്ണം, ആസ്പിരിനും പെൻസിലിനും. കേട്ടോ? അപ്പൊ അത് മക്കളെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണടാ ആസ്പിരിൻ? എന്താണ്? ഒരു അനാൽജസിക്സ് ആണ്, അഥവാ വേദനക്ക് വേണ്ടിയിട്ട് കുടിക്കുന്നതാണ്. അപ്പൊ ജെസിമോൾ എന്താ ചെയ്തത്? ജെസിമോൾ ആസ്പിരിൻ കുടിച്ചു. ബയോട്ടിക് എന്താ കുടിച്ചത്? പെൻസിലിൻ കുടിച്ചു. ഓക്കെ, ബയോട്ടിക് പെൻസിലിൻ കുടിച്ചു, ജെസിമോൾ ആസ്പിരിൻ കുടിച്ചു. ഓർത്തു വെക്കുക കേട്ടോ. അപ്പോ അനാൽജസിക്കിന് എക്സാമ്പിൾ ആണ് ആസ്പിരിൻ, ആന്റിബയോട്ടിക്കിന് എക്സാമ്പിൾ ആണ് പെൻസിലിൻ. സാർ കഴിഞ്ഞോ സാർ? ഇത്ര പഠിച്ചാൽ മതിയോ? പോരെ. നിങ്ങൾ പോലും കാണാത്ത ഒരു ചോദ്യം നിങ്ങൾക്ക് ഇതിന് വരും മക്കളെ. പാരസെറ്റമോൾ എന്ന് പറയുന്നത് ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്, ആന്റിപൈററ്റിക് ആണെങ്കിലും ശരീരത്തിന്റെ വേദന കുറയ്ക്കാൻ കൂടി നമ്മൾ പാരസെറ്റമോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോ പാരസെറ്റമോളിനെ അനാൽജസിക് ആയിട്ടും ആന്റിപൈററ്റിക് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എക്സാമിന് വരും, ഇതിന് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന എക്സാമ്പിൾ ഏതാ? അപ്പൊ പാരസെറ്റമോൾ പറഞ്ഞു കൊടുക്കും. 1 ആസ്പിരിൻ എന്ന് പറയുന്നത് നമ്മൾ അനാൽജസിക് ആയി വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും ആസ്പിരിൻ ഒരു ധർമ്മമുണ്ട്. ആസ്പിരിൻ കുടിച്ച ആളുകൾക്ക് അവരുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കൂല. അതായത് ബ്ലഡിന്റെ ക്ലോട്ടിങ് അത് തടയും. ബ്ലഡ് ക്ലോട്ടിങ് അത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യാന്നല്ല, പ്രിവെന്റ് ചെയ്യും. ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, പ്രിവെന്റ് ബ്ലഡ് ക്ലോട്ടിങ്. ഓക്കെ, രക്തം കട്ട പിടിക്കുന്നത് തടയും. അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി അത് തടയും. അപ്പൊ ബ്ലോക്ക് ഉണ്ടായാൽ എന്താ ഉണ്ടാവുക? ഹാർട്ട് അറ്റാക്ക്. അപ്പൊ ഹാർട്ട് അറ്റാക്കിനെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നായിട്ടും ഏത് ഉപയോഗിക്കാറുണ്ട്? ആസ്പിരിൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ എടുത്തു പഠിക്കുക. പാരസെറ്റമോളും ആസ്പിരിനും ഈ ടേബിളിൽ ഉള്ളതിന് പുറമെ സാറി പറഞ്ഞ പോയിന്റുകൾ മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി ഇതിന്ന് വേറെ ചോദ്യങ്ങളൊന്നും വരൂല. സോ മക്കളെ, നല്ല ഉഷാറായി തന്നെ മക്കൾ ഇതെല്ലാം പഠിക്കുന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നമ്മുടെ മാരത്തോൺ ലൈവുകളിൽ നിങ്ങൾ സജീവമായിട്ട് വേണം. കാരണം ഇതിന്റെ ചോദ്യങ്ങളൊക്കെ എങ്ങനെ വരും, നമുക്ക് കാര്യം കുറെ പഠിച്ചുകൊണ്ട് കാര്യമില്ല, ചോദ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ചോദിക്കുമെന്നുള്ള രീതിയിലുള്ള അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ വരുന്നിട്ടുള്ളത്. സോ കൃത്യം 7 മണിക്കാണ്, ആരും മറക്കണ്ട. അപ്പൊ ഇനി നമുക്ക് മാരത്തോണിൽ കാണാം.